റീച്ച് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ കാണുന്നതൊക്കെയും അതിനുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് ഇതെല്ലാം. ഞാൻ ഒരു ഗ്രാജുവേറ്റ് അല്ലേ, നിന്നെ പോലെ ഇങ്ങനെ തരംതാന്ന ഒരു ജോലി നമുക്ക് പറ്റുമോ? ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി എങ്ങനെയാണ്? ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പരമായി എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി അവർക്ക് ഇങ്ങനെ ലേബർ കോർട്ടിൽ മുക്കൊണ്ടവർ അങ്ങനെയാണ്. മാത്രമല്ല ഇതൊരു പോലീസ് സ്റ്റേഷനിൽ വന്ന് സെറ്റിൽ ചെയ്യേണ്ട ഒരു കേസല്ലല്ലോ സാറേ. നിയമം കയ്യിലെടുക്കൂല. 3-4 ശിക്ഷാ നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത്. കൊണ്ടുവരട്ടെ, നിനക്ക് വിരോധം? ഏയ്, എനിക്ക് സന്തോഷമുള്ളൂ, ഒന്ന് കാണാലോ. അതിലൊന്ന്, ഒരാഴ്ചക്കാലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആതുര സേവനം ചെയ്യണം, പ്രത്യേകിച്ച് ഓർത്തോ വാർഡിൽ. ഒപ്പം തന്നെ ഒരാഴ്ചക്കാലം മോട്ടോർ വാഹന വകുപ്പിന്റെ പഠന ക്ലാസ്സിലും ഇരിക്കണം. ഇതിനൊരു മാപ്പുമില്ല. വാഹനത്തിന്റെ പെർമിറ്റ് RC ബുക്ക് റദ്ദാക്കാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ തലവിധി. ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ച ആളുടെ ലൈസൻസും 1 വർഷക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യും. എന്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്. എന്തുണ്ടെങ്കിലും അത് വീഡിയോ എടുക്കുകയും യൂട്യൂബിലിടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ സാമൂഹ്യ സേവനം ചെയ്യാൻ പോവുകയാണ്. ആ വീഡിയോ ഇനി യൂട്യൂബിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? ഇവനോ ചെയ്യിച്ചു സാർ.